ഡി നീ ഇന്ന് ലീവ് തന്നെയാണെന്ന് ഉറപ്പിച്ചോ? അഞ്ജു, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എത്ര തവണ പറഞ്ഞു നിന്നോട് ഞാൻ ലീവാണെന്ന്. ഇനി അങ്ങനെ നീ ഇത് വീണ്ടും ചോദിച്ചെന്റെ കൈ കിട്ടുന്നോണ്ട് നിന്റെ തലക്കിട്ട് കൊട്ടു. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, നീ ഇങ്ങനെ നാഗവല്യാവല്ലേടോ. ഞാൻ വെറുതെ തമാശയല്ലേ. അതല്ല, നിന്റെ ബോസ് ചോദിച്ചാലേ ഞാനിത് പറയണം. അങ്ങേട്ട് കെട്ടിയോട്ട് അടിയന്തരത്തിന് പോയിന്ന് പറഞ്ഞേക്ക്. എടിയിൽ ഈ കൊച്ചു നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചല്ല, കാര്യം ചോദിച്ചാ മോള്. ഞാൻ MD വിളിച്ച് ലീവ് അറിയിച്ചിട്ടുണ്ട്. അല്ല, സൂപ്പർവൈസർ ലീവ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കോലമാടൻ അവന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയാവും, ഉറപ്പോ? ഓക്കെ ഓക്കെ, കൂൾ ഡൗൺ. എന്ത് കൂൾ ഡൗൺ? അവനേക്ക് എന്റെ കൈ കിട്ടൂടി. അന്ന് ഇതിനൊക്കെ ഞാൻ എണ്ണി പകരം ചോദിക്കും. നീ നോക്കിയിരുന്നു അഞ്ജുവേ. എടി, നീയെല്ലാം പേഴ്സണലായിട്ട് എടുക്കില്ലല്ലയാ. ഓഫീസിലെ കാര്യം അവിടെ വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ. റൂമിലെത്തിയ ഓഫീസിലൊന്നും ചിന്തിക്കരുത്. എന്നെ കണ്ടില്ലേ നീ? നോ ടെൻഷൻ, നോ വറീസ്, ഫുൾ ടൈം ഹാപ്പി. അവന് നിന്നെ ആ ദുഷ്ട ഇതുപോലെ എപ്പോഴും വഴക്ക് പറയാറുണ്ടോ? അമലിന് ചീത്ത പറയാറുണ്ടോ? അരുണിനെയോ ഗീതനെയോ അയാൾ എന്തെങ്കിലും പറയുന്ന നീ കേട്ടിട്ടുണ്ടോ? മിനിഞ്ഞാന്ന് വരെയുള്ള ചീത്ത കുറച്ച് ഞാൻ ക്ഷമിച്ചു. വർക്കിൽ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഞാനും വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെയോ ഞാൻ ചെയ്യാത്ത വർക്കിനല്ലേ ആ കാലമാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ച്. അതും ഗീതും അരുണും പിന്നെ നീയും കൂടി സബ്മിറ്റ് ചെയ്ത വർക്കിന്. ഞാൻ അമലിന്റെ കൂടെ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പോഴാണ് അയാൾ അവിടെ വന്ന് താണ്ടവൃത്താടിയത്. ഞാനെന്താ അയാളുടെ ചെണ്ടയാണോ? ഇനി എനിക്ക് വയ്യ അയാളുടെ കാൽ കീഴ് കിടന്നുള്ള. ഞാൻ ജോലി റിസൈൻ ചെയ്താലെന്ന് പോലും ആലോചിക്കുക. എന്റെ പൊന്നിലിയ, നീ ഇങ്ങനെ അപ്സെറ്റ് ആവില്ലേ? നീ എന്തായാലും ലീവ് എടുത്ത് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്ക്. ഈവനിങ് ഞാൻ വന്നിട്ട് നമുക്കൊരു മൂവിക്ക് പോവാം. ഓക്കെ ബൈ ഡി, ടേക്ക് കെയർ. അഞ്ചു പോയതും തലവഴി പുതപ്പിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഉറങ്ങി. പക്ഷെ ഉറങ്ങി എണീറ്റിട്ടും ഓഫീസിലെ കാര്യങ്ങൾ മനസ്സിൽ നിന്നും പോയില്ല. ഇന്നലെ ശരിക്കും നന്നായിട്ട് ഇൻസൾട്ടായി. ഞാൻ ചെയ്ത വർക്കിനാണീ വേണ്ട, ചെയ്യാത്ത കാര്യത്തിന് മീറ്റിംഗ് ഹാളിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഗെറ്റ് ഔട്ട് അടിച്ചു എന്നെ. ദുഷ്ടനാണ് അയാൾ. കാർത്തിക് ദേവ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. വലിയ പ്രായമൊന്നുമില്ല. ഏറി വന്നാൽ എന്നേക്കാൾ 3-4 വയസ്സ് കൂടുമായിരിക്കും. പക്ഷെ ഒടുക്കത്തെ ചാടയാ, തെണ്ടി. ഞങ്ങളവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. എനിക്കും അഞ്ജുവിനും അമലിനും ക്യാമ്പസ് ഇന്റർവ്യൂ വഴി കിട്ടിയ പ്ലേസ്മെന്റ് ആണിത്. ഒരു കൊല്ലത്തെ എഗ്രിമെന്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ റിസൈൻ ലെറ്റർ എഴുതി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞ് പോയിരുന്നു ഞാൻ. കാർത്തിക് സാർ എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്. എന്നോട് മാത്രം എന്തോ അയാൾക്കൊരു ഇഷ്ടക്കുറവ് തുടക്കം മുതലേ ഉണ്ട്. എല്ലാവരോടും നന്നായി സംസാരിക്കും, തമാശകൾ പറയും. പക്ഷെ എന്നെ കാണുമ്പോൾ ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കും. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത്. തരക്കേടില്ലാതെ സൗന്ദര്യമുള്ളതുകൊണ്ട് പൊതുവെ ഏതൊരാണ് എന്നെ കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പല ചിരികളെയും കണ്ടില്ലെന്ന് അടിച്ച് പോയിക്കളെ. അതെന്റെ ഒരു ഹോബിയായിരുന്നു. പിന്നെ എന്റെ ഒരു ചിരിക്ക് വേണ്ടി അവർ പെടാപാട് നടക്കുന്നെല്ലാം കണ്ട് ഞാൻ ആനന്ദ നിർവൃതി കൊള്ളും. ആഹാ, എനിക്കതൊരു ലഹരി തന്നെയായിരുന്നു. അവസാനം എന്റെ ഒരു ചിരി അവരിലേക്ക് എത്തുമ്പോഴേക്കും പലരിലും പ്രണയം മുട്ടിട്ടുണ്ടാവും. അത് മനസ്സിലായില്ലെന്നടിച്ച് നിഷ്കളങ്കയായ ഒരുവളെ പോലെ ഞാൻ മെല്ലെ നടന്നു നീങ്ങും. അത്രയ്ക്ക് ഡിമാൻഡുള്ള എന്നെയാ ഇയാളൊരു മൈൻഡും തരാതെ പട്ടിയെ പോലെ ചീത്ത പറയുന്നു. എന്നാലും ഓഫീസിലെ ബാക്കി പെൺപിള്ളേരോടെല്ലാം കൊഞ്ചാനും കൊഴയാനും ഒരു കുറവില്ലേനും. ഇനിയിപ്പോൾ അയാൾ ആകർഷിക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ലേ? അതുവരെ മടി പിടിച്ച് കിടന്നിരുന്ന ഞാൻ സെക്കൻഡിനുള്ളിൽ കണ്ണാടിയുടെ മുമ്പിലെത്തി. മുഖം തിരിച്ചും മറിച്ചും നോക്കി. കുറെ നേരം കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ നിന്നു. അവസാനം ഞാൻ സ്വയം കൺക്ലൂഷനിലെത്തി. സൗന്ദര്യമുള്ള കുട്ടികളെ അയാൾക്ക് അലർജിയാണെന്ന്. അല്ലേ പിന്നെ, പോട്ടെ പുല്ല്, ജാട തിണ്ടി. ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയാലോ എന്ന ചിന്ത അപ്പോഴാണ് മനസ്സിൽ വന്ന്. പക്ഷെ അവിടെ എത്തിയ പെണ്ണ് കാണലിന് ഒരു കൂട്ടിന് ഞാൻ നാട്ടിലേക്ക് വരുന്ന കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് നിൽപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ ട്രെയിന് തലവെക്കുന്നില്ല. ഇനി ഒരു 2 വർഷമെങ്കിലും അടിച്ചു കുളിച്ച് ഫ്രീ ആയിട്ട് നടക്കണമെന്നാണ് ആഗ്രഹം. അതിനെന്റെ അച്ഛനും അമ്മയും കല്യാണം എന്നും പറഞ്ഞ് ഒറ്റക്കാലം തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലൊന്ന് കഴിഞ്ഞു. അടുത്ത മകയിരത്തിലേക്ക് 25 തികയുന്ന ഞാൻ ഇപ്പോഴേ 8 പ്രായം കഴിഞ്ഞു പോയിന്നാ അവരുടെ വെപ്പ്. വൈകുന്നേരം 5 ജോലി കഴിഞ്ഞ് വന്ന് അവരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോയപ്പോൾ കുറച്ചൊക്കെ മൈൻഡ് റിലാക്സ്ഡ് ആയി. പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ദൃഢനിശ്ചയം എടുത്തിരുന്നു. അവനെ, ആ സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാത്ത ചാടത്തേണ്ടി കാർത്തികനെ മൈൻഡ് ചെയ്യാനേ പോവില്ലെന്ന്. ഓഫീസിൽ ചെന്ന് ഞാൻ തകൃതിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഞങ്ങളുടെ ക്യാബിനിലേക്ക് വന്ന്. എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ സിസ്റ്ററിൽ നിന്നും കണ്ണെടുത്തതേ ഇല്ല. എന്റെ വിഷ് കിട്ടാത്തതുകൊണ്ടാവും അവൻ എന്നെ നോക്കുന്നത് ഞാൻ ഇടം കണ്ടുകൊണ്ട് കണ്ടു. മൈൻഡ് ചെയ്യാനേ പോയില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കുമ്പോഴാണ് ഒടുക്കത്തെ ജാടയിട്ടുകൊണ്ട് അവൻ ക്യാൻറ്റീനിലേക്ക് വരുന്നത് കണ്ടത്. അവനെ കണ്ടത് അഞ്ജുവും ഗീത എന്താ ഉലിപ്പീര്. പെണ്ണുങ്ങളുടെ വില കളയാൻ. അയ്യേ സർ സർ, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരുന്നോളൂ. കണ്ടാ തോന്നും അവളുമായിട്ട് വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ ചെന്നാണെന്ന്. എന്തായാലും എനിക്കെതിരെയുള്ള കസേരയിൽ അവൻ ഇരുന്നു. ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന അവളുമായി ഇന്നലെ കണ്ട സിനിമയെക്കുറിച്ചുള്ള പൊരിഞ്ഞ ചർച്ചയിലായിരുന്നു. അങ്ങനെ ഒരാൾ വന്നിരുന്നതായി ഗൗനിച്ചതേയില്ല. അമൽ, നീ നാളെ ലീവാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ചോദ്യകർത്താവ് നമ്മുടെ ജാടകാരൻ തെണ്ടിയാണ്. അതെ സർ, ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ. എന്തിനായിരുന്നു ലീവ്? ഞാൻ മറന്നുപോയി. കസിന്റെ ഹൗസ് വാമിങ്. ആ ഓക്കെ. അതല്ല വല്ലവരുടെയും ഭാര്യമാരുടെ 16 അടിയന്തരം വല്ലതാണെങ്കിൽ ലീവില്ല കേട്ടോ. അത് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് എന്റെ ഉച്ചയിൽ കയറി.
ചുമച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മുമ്പിലേക്ക് കാർത്തിക് വെള്ളം നിറച്ച ഗ്ലാസ് നീട്ടി. അഞ്ചു തൊട്ടടുത്ത് ഒന്നറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഇന്ന് റൂമിലെത്തി അവിടെ കൊലപാതകമാ, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. എല്ലാവരും കാർത്തികുമായി സംസാരിക്കുന്നു, ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു. ഞാനൊന്ന് ലീവ് എടുത്തപ്പോഴേക്ക് എന്തൊക്കെ മറിമായങ്ങളാണ്. ഞാൻ അതിനിടയിൽപ്പെട്ട് ആകെ വീർപ്പുമുട്ടി. ഫുഡ് വേഗം കഴിച്ച് ആരോടും ഒന്നും പറയാതെ വേഗം എണീറ്റുപോയി. അഞ്ചു പിന്നാലെ ഓടി വന്ന് കുറെ സോറി പറഞ്ഞു. ഇന്നലെ ഒരുമിച്ചിരുന്ന് എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ അറിയാതെ നീ പറഞ്ഞങ്ങനെ കാർത്തിക് സാറിനോട് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാടി, സാറും ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ എന്നൊക്കെ. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എല്ലാവരും ഒരു ഗ്യാങ്ങായി മാറിയിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊരു അധികപ്പറ്റി പോലെ തോന്നി എനിക്ക്. പിന്നീടുള്ള ദിവസങ്ങളിലും കാർത്തിക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഇയാളും ഞാൻ വല്ല കീരിയും പാമ്പുമായിരുന്നു ദൈവമേ. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ അയാളെന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കീതു അഞ്ചും വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലും മോളെ അതിങ്ങനെയല്ല മോളെ, ഇങ്ങനെ ചെയ്യും മോളെ, കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞൊരു 10,000 മോൾവിളിയായിരിക്കും. ഈ ഉള്ളവൾ ഇത്രയും ക്രൂശിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്റെ ഈശ്വര. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചെയ്ത വർക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും പറഞ്ഞു പതിവ് പോലെ കാർത്തികനെ ചീത്ത പറഞ്ഞു. കുറച്ചു മുന്നേ ഗീതി ചെയ്ത വർക്കിൽ വലിയൊരു എറർ വന്നിട്ടും ശ്രദ്ധിക്കണ്ടേ മോളെ, ശ്രദ്ധിക്കുന്നുണ്ട് ബോസ് എന്നും പറഞ്ഞ് അവിടെ തോളിൽ തട്ടിപ്പോയ ആളാണ്. ചെറിയൊരു തെറ്റിന് എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞ്. പൊതുവെ വഴക്കേട്ടാൽ വേഗം വാശേരിയിൽ പോയി നിറഞ്ഞ കണ്ണു തുടച്ച് പിന്നെ കണ്ണാടിയിൽ നോക്കി അവനെ 2-3 തെറി അത്യാവശ്യം ഉറക്കെ പറഞ്ഞ് തിരികെ ക്യാമ്പിലെത്തുമ്പോഴേക്കും ഞാൻ ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അവന്റെ പിന്നാലെ നേരെ അവന്റെ റൂമിലേക്ക് ഞാനും ചെന്നു. പെർമിഷൻ വാങ്ങിക്കാതെ അപ്രതീക്ഷിതമായി എന്നെ അകത്ത് കണ്ടതും അവനിലെ ഒരു അമ്പരപ്പുണ്ടായിരുന്നു. വാട്ട് ഡു യു വാണ്ട് മിസ് ലിയ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. അവന്റെ ചിരി കണ്ടത് ദേഷ്യം ഇരട്ടിച്ചു. I want to know now, if I am your enemy, why you treat me so cruelly? Tell me. ഞാൻ അവന്റെ മുമ്പിൽ നിന്ന് കിതച്ചു. കാർത്തിക് ഒരു നിമിഷം സ്തബ്ധനായും തോന്നുന്നു. പെട്ടെന്നാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. അയ്യേ, എന്തിനാണിപ്പോ ഞാൻ അവരെ ക്യാബിലേക്ക് കയറിയത്? ആ ചിന്ത മനസ്സിൽ വന്നു. ഞാൻ വേഗം തിരിച്ചു പോരാൻ വേണ്ടി വാതിന്റെ അടുത്ത് എത്തിയതും എന്റെ കയ്യിൽ പിടിവീണിരുന്നു. അങ്ങനെ പോയാലോ ലിയ? ചോദിച്ചതിന് മറുപടി വേണ്ടേ? ഒരു സീലിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. എന്തായാലും മറുപടി കേൾപ്പിച്ചിട്ട് മിസ് ലിയെ ഞാൻ പുറത്തേക്ക് വിടൂ. അത് കേട്ടത് ഞാൻ മെല്ലെ പോയി കസേരയിലിരുന്നു. എന്തായാലും ആകെ ചമ്മി നാശകോശായി. ഇനി എന്തായാലും കാരണം കേൾക്കുക തന്നെ, അതെങ്കിലും നടക്കട്ടെ. അല്ല പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലിയ? നീ എന്റെ ശത്രുവാണോ എന്നല്ലേ? അതിനിപ്പം ഞാൻ എന്താ ഉത്തരം പറയോ? അവൻ ചിന്തിക്കുന്ന പോലെ കുറച്ചു നേരം ചുണ്ടിൽ വിരൽ വെച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, നിന്റെ മമ്മ നിന്റെ പപ്പയുടെ എനിമിയാണോ? ഞാൻ ഒന്നും മിണ്ടാതിരുന്നു. പറയടോ, നിന്റെ മമ്മി നിന്റെ പപ്പയുടെ എനിമിയാണോ? അല്ല, എന്റെ മമ്മിയെ എന്റെ പപ്പയും ശത്രുവായിട്ടല്ല കാണുന്നത്. അപ്പൊ പിന്നെ നീ എനിക്കെങ്ങനെ എനിമിയാവും? ഞാനൊന്നും മനസ്സിലാവാതെ അവനെ തുറച്ചു നോക്കിയിരുന്നു. എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കല്ലേ മിസ് ലിയ, ഞാൻ വെണ്ണീറായി പോവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഐ ട്രീറ്റ് യു സോ ക്രൂവലി എന്നല്ലേ? അതിപ്പോ എന്താണെന്ന് പറഞ്ഞാ, കെട്ടുകഴിഞ്ഞാൽ മരണം വരെ സ്നേഹത്തോടെ ജീവിക്കേണ്ടവരല്ലേ നമ്മള്. അപ്പൊ ഇപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ? ആരുടെ കെട്ടടോ അനാവശ്യം പറയും നീ? ഞാൻ വിറവുകൊണ്ട് നിന്നു. അയ്യേ, ഇയാൾ എന്നെ അതിനെങ്ങനെ റേസ് ആവുന്നേ? കെട്ടുകയെന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്നതാ വിചാരിച്ച് നമ്മുടെ കല്യാണമാണെന്നോ? ഒന്ന് പോയേ വെച്ച്. നിന്നെ കെട്ടണമെങ്കിലേ ഞാൻ കണ്ണൂട്ടനായിരിക്കണം. ഞാൻ പല്ലിയടിച്ചുകൊണ്ട് വേഗം എണീറ്റ് തിരിഞ്ഞടന്നു. അയ്യോ പോലെ. അവൻ ഓടി വന്ന് എനിക്ക് കുറുകെ നിന്നു. ഇനിയിപ്പോ കൊച്ചിന് അങ്ങനെ എന്നായെങ്കിലും വല്ല ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിലേ കുറ്റം പറയാനും പറ്റില്ല. കൊച്ചിന്റെ പ്രായം അതാണല്ലോ. പിന്നെ ഒരു ചുള്ളം പയ്യനെ കാണുമ്പോ ആരുടെ ആയാലും മനസ്സൊന്ന് ഇടറിയെന്ന് വരും. അതൊരു കുറ്റമല്ലെന്നേ. ഒരു ചുള്ളിക്കമ്മെന്ന് പറയണു. ഞാൻ പല്ലിറുമി പറഞ്ഞു. ആഹാ, കൊച്ചിന് പിന്നെയും ദേഷ്യം വന്നോ? എന്നാ പിന്നെ അത് തണുപ്പിച്ചിടാനേയുള്ളൂ കാര്യം. ഈ ഫോണിലേക്ക് നോക്കി. അവൻ പെട്ടെന്ന് അവന്റെ ഫോണിന്റെ മുന്നിലേക്ക് നീട്ടി. ഞാൻ അതിലേക്ക് നോക്കാനേ പോയില്ല. ഈ ആഴ്ച വരെ അടുത്ത ആഴ്ച വരെ എന്ന് പറഞ്ഞ് നീട്ടി 3 മാസം കഴിഞ്ഞു എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ തീരൂ. അത് ഇയാളുടെ നാവുകൊണ്ട് തന്നെ കേൾക്കണം. പറ, വേഗം പറ. ഇത്രയും പറഞ്ഞ് അവൻ എന്റെ മുമ്പിൽ കൈകെട്ടി നിന്നു. തലക്ക് സൂക്കേടാണെന്ന് ആദ്യമേ തോന്നിയിരുന്നു, പക്ഷെ ഇത്രക്ക് മുഴുവട്ടാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ വല്ലാത്തൊരളിഞ്ഞ കോമഡി ആയി പോലെ മോളെ. അതോട്ടെ, ഇയാളെന്നാ നാട്ടിലേക്ക് പോകുന്നേ? അതിനാണോ ഞാൻ ഇയാളോട് പറയുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പോവും. പെട്ടെന്ന് അവൻ എന്റെ മുഖത്തിന് നേരെ അവന്റെ ഫോൺ വെച്ചു. ഇതിലെ കൊച്ചിനെ കണ്ടതാണ്. 3 മാസമായി ഈ കൊച്ചിന്റെ വീട്ടുകാർ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ഞായറാഴ്ച ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ അപ്പ വിളി വരും, കൊച്ചി ഈ ആഴ്ചയും നാട്ടിൽ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 12 ഞായറാഴ്ചകളായി ഞാനിങ്ങനെ ശശിയാവാൻ തുടങ്ങിയിട്ട്. ഞാനാണെങ്കിൽ ആദ്യത്തെ പെണ്ണ് കാണലിന്റെ എക്സൈറ്റ്മെന്റിലും.
ഇത് ആ കൊച്ചുണ്ട് അറിയുന്നു. ഞാൻ ആ ഫോണിലേക്ക് നോക്കി, എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്നാലേ ഇതിൽ കൊച്ചിനി നാട്ടിലേക്ക് പോകുന്നേയില്ല. അതിനുവേണ്ടി മാറ്റിവെച്ച വെള്ളം കൊണ്ട് കളഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് പറയല്ലേടോ, ആദ്യമായിട്ട് ചങ്കിനകത്ത് കയറി കൂടിയ പെണ്ണാ നീ. അതിനൊരാളുടെ ചങ്കിൽ മാത്രം കയറി കൂടിയാൽ മതിയോ? ഇതിലെ കൊച്ചിന്റെ ചങ്കിൽ എന്താണെന്ന് അറിയോ ഇയാൾക്ക്? പിന്നെ അറിയാതെ, കൊച്ചു വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഒരു ചുള്ളം പയ്യനാണ്. ആ ഹൃദയം നിറയെന്നറിയാം. ഓ, വല്ലാത്തൊരു കണ്ടുപിടുത്തായല്ലോ. തല വെയിലാണിക്കല്ലേ കേട്ടോ. അല്ല കൊച്ചേ, ഞാനും ചോദിച്ചോട്ടെ, ഞാൻ ഈ ഗീതയോടും അഞ്ജുവിനോടൊക്കെ സംസാരിക്കുമ്പോ ഇയാൾക്ക് എന്താ ഇത്ര അസൂയ? എനിക്കോ അസൂയോ? ഇയാൾക്ക് ശരിക്കും വട്ട് തന്നെയാണല്ലേ? അതെ, എനിക്ക് നല്ല അസല് വട്ട് തന്നെയാ. ഓഫീസിലെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയോട് പ്രണയം തോന്നുന്ന വട്ടാണെങ്കിൽ എനിക്ക് മുഴുത്ത വട്ട് തന്നെയാ. ഞാൻ സമ്മതിച്ചു. അതും പോരാഞ്ഞ് നാട്ടിൽ എനിക്ക് വേണ്ടി അമ്മ നോക്കി വെച്ച കുട്ടിയും എന്റെ മനസ്സിലെ കുട്ടി ഒന്നാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതും വേറൊരു വട്ട് തന്നെയാ. എന്തായാലും എന്റെ വട്ട് ഇയാളോടാണെന്ന് മാത്രം. ആ, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കിട്ടുന്ന അവസരത്തിൽ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത്. അത് ഇനിയും പറയും. അമലിന്റെ കൂടെ ഒരു പരിധി വിട്ട് നിന്നെ കണ്ട ചീത്ത മാത്രമല്ല, അഞ്ജുവും ഗീതുവും എന്റെ ഇടവും വലവും എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ നടുവിൽ കൂടി ഒരാളെ ഇരുത്തിക്കൂടെ? എന്തിനാ കുറക്കുന്നേ? ആ നോക്കട്ടെ, നീ പറഞ്ഞപ്പോൾ ആലോചിച്ച്. അതിന് നീ ആദ്യം എന്ന നാട്ടിലേക്ക് പോകുന്നെന്ന് പറയേണ്ട വെച്ചേ. എന്റെ ആദ്യത്തെ പെണ്ണ് കാണല. ഓ പിന്നെ എന്റെ 100ാമത്തെ ആണല്ലോ ഇയാളുടെ പറച്ചിലേട്ടാ. ആണോ? എന്നാ സെയിം പിച്ച്. നീ എന്നെ പിച്ചുന്നു. നിന്നെ ഞാൻ. അവള് തല്ലാനായി നിന്നു. അവൻ അവിടുന്ന് ഓടി. അവൾ പിന്നാലെയും. അങ്ങനെ അവരുടെ പ്രണയകാവ്യം അവിടെ രചിക്കുകയായിരുന്നു.